Hello all. CUET PG PYQ discussions ആണ്. So നമ്മൾ ഇന്ന് നോക്കുന്നത് psychology 2024 question paper part 6 ആണ്. Part 5 വരെ നമ്മൾ almost 45 questions complete ചെയ്തു. So here we are. ഒരു match the following question ആണ്. ഇവിടെ ഓരോ theories of emotionും അതിന്റെ basic assumptionsും ആണ് തന്നിട്ടുള്ളത്. So first is Cannon-Bard theory. Cannon-Bard theory പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈമൾട്ടേനിയസ് എന്നൊരു വേർഡ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ബിക്കോസ് കനോൺ-ബാർഡ് തിയറി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇമോഷൻസും ഫിസിയോളജിക്കൽ അറൗസൽസും സൈമൾട്ടേനിയസ് ആണ് എന്നാണ്. സോ ഇവിടെ നമ്മൾ ബേസിക് അസംപ്ഷൻസിലേക്ക് വരുമ്പോൾ ഫോർത്ത് ഓപ്ഷനിൽ യു കെൻ സീ ദാറ്റ് ഇമോഷൻ പ്രൊവോക്കിംഗ് ഈവൻറ്റ്സ് ഇൻഡ്യൂസ് സൈമൾട്ടേനിയസ് subjective experiences which are labeled as emotions and the physiological experiences that accompany them. Okay. ജെയിംസ് ലാങ് തിയറി പറഞ്ഞത് എന്താണ്? ആദ്യം ഫിസിയോളജിക്കൽ അറൗസൽ സംഭവിക്കും, എന്നിട്ടാണ് ഇമോഷൻസ് എന്നത് സംഭവിക്കുന്നത് എന്നാണ്. സോ ഇവിടെ എന്താണ്? സബ്ജക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് റിസൾട്ട്സ് ഫ്രം ഫിസിയോളജിക്കൽ ചേഞ്ചസ് വിത്തിൻ അവർ ബോഡി എന്ന അസംപ്ഷൻ ആണ് ഏറ്റവും ഇവിടെ മാച്ചിങ്. ദാറ്റ് ഇസ് ലിസ്റ്റ് 2-ലെ തേർഡ് വൺ. സോ A4 ആണ്, B3 ആണ്. A4 and B3 അങ്ങനെ നിൽക്കുന്നത് ഇവിടെ ആകെ സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. സോ ബാക്കിയും കൂടെ ഒന്ന് കൺഫേം ചെയ്യുക. C2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഷാറ്റർ-സിംഗർ തിയറി. നിങ്ങൾ തിയറീസിന് ആൾട്ടർനേറ്റ് പേരുണ്ടെങ്കിൽ അതും ഓർത്ത് വെക്കുക. ഷാറ്റർ-സിംഗർ തിയറിയുടെ മറ്റൊരു പേരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ. ഓക്കെ, സോ C2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ കോഗ്നിറ്റീവ് ലേബിൾസ് അറ്റാച്ച്ഡ് ടു ഫീലിംഗ്സ് ഓഫ് അറൗസൽ. ടു ഫാക്ടർ തിയറി അഥവാ ഷാറ്റർ-സിംഗർ തിയറി പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ഇമോഷനിൽ. ഒന്ന് നമ്മുടെ ഫിസിയോളജിക്കൽ അറൗസലും രണ്ടാമത്തത് കോഗ്നിറ്റീവ് ലേബിളും. നമ്മൾ എങ്ങനെയാണ് ആ ഫിസിയോളജിക്കൽ അറൗസലിനെ ലേബൽ ചെയ്യുന്നത് അതനുസരിച്ചാണ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ്. ആൻഡ് ഫൈനലി opponent process theory D1, that is emotional reactions to a stimulus are followed automatically by an opposite reaction. അതായത് നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ സങ്കടപ്പെടേണ്ടി വരും. ഓക്കെ, നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാമാവേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഓപ്പോസിറ്റ് നമ്മൾ അനുഭവിക്കുന്ന ഇമോഷന്റെ ഓപ്പോസിറ്റും അതിനുശേഷം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒപ്പോണന്റ് പ്രോസസ് തിയറി പറയുന്നത്. So without any doubt the right answer is option 2. Again match the following. ഇവിടെ ഓരോ മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി യൂസ് ചെയ്യുന്ന മീൻ, മീഡിയൻ, മോഡ്, വേരിയബിലിറ്റി. ആൻഡ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? മീൻ ആവറേജ് ആണ്, അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ A2 ആണ്, സോറി A3 ആണ്. ഇത് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്കാർ എല്ലാ കുട്ടികൾക്കും എന്തായാലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം A3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, മീൻ ആവറേജ് ആണ്. ബാക്കിയും കൂടെ നമുക്ക് കൺഫേം ചെയ്യാം. B4 മീഡിയൻ എന്താണ്? നടുവിൽ വരുന്ന അല്ലെ, മിഡിൽ പോയിന്റ്, ദ പോയിന്റ് അബവ് ആൻഡ് ബിലോ വിച്ച് ലൈസ് 50% ഓഫ് സ്കോർസ്. കറക്റ്റ് അല്ലേ? മീഡിയൻ മിഡിലിൽ വരുന്ന സ്കോർ ആണ്. സോ 50% ഓഫ് സ്കോർ അതിന്റെ മുകളിലേക്കായിരിക്കും, ബാക്കി 50% അതിന്റെ താഴേക്കായിരിക്കും. C1 മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിപ്പീറ്റഡ് നമ്പർ ആണ്. സോ ദ വാല്യൂ റിപ്പീറ്റഡ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഗിവൻ സീരീസ്. നെക്സ്റ്റ് ഇസ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി ആണ്. നെക്സ്റ്റ് ഇസ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൽ നിന്ന് എത്ര ദൂരെയാണ് സ്കോർ, അല്ലെങ്കിൽ സ്കോർസ് മീനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ്. സോ D is the extent of individual differences around the central tendency. സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും എത്ര മാറിയിട്ടുണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കുന്നതാണ് വാരിയബിൾ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. Conscious forcing of desires or thoughts out of consciousness is called. Question ശ്രദ്ധിച്ച് വായിക്കണേ. Thoughts out of consciousness എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ പൂർണ്ണ ബോധത്തിൽ നിന്ന് അതിനെ പുറത്താക്കാൻ. സോ കോൺഷ്യസ് ഫോഴ്സിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ആൻസർ സപ്രഷൻ ആണ്. ഓക്കെ, ഇൻഹിബിഷൻ അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല. ഡിനയൽ അതിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക. സപ്രഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ഫോഴ്സിംഗ് ഓഫ് ഡിസയേഴ്സ്. നമ്മൾക്ക് എന്തെങ്കിലും ഓർക്കാൻ ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി മറക്കുക അല്ലെങ്കിൽ ഓർക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് അൺകോൺഷ്യസ്ലി നമ്മൾ ഇതിനെ മറക്കുന്നതിനെ ആയിരുന്നെങ്കിൽ ഇതിനെ റിപ്രഷൻ എന്നാണ് കേട്ടോ പറയാ. കോൺഷ്യസ്ലി മറക്കുന്നത് സപ്രഷനും അൺകോൺഷ്യസ്ലി മറക്കുന്നത് റിപ്രഷനും. പ്രൊജക്ഷൻ എന്താണ്? നമ്മൾക്ക് തോന്നുന്ന ഫീലിങ്സ് മറ്റൊരാളുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ ബോസിനെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാം എന്താണ്? ദ ബോസ് ഡസന്റ് ലൈക്ക്, ബോസിന് എന്നെ ഇഷ്ടമല്ല എന്നായിരിക്കും ഞാൻ പറയാം. സോ ദാറ്റ് ഈസ് ഹൗ പ്രൊജക്ഷൻ വർക്ക്സ്.
ഇവിടുത്തെ റൈറ്റ് ആൻസർ സപ്രഷൻ ആണ് കേട്ടോ. ദ സ്കൂൾ ഓഫ് സൈക്കോളജി which aims to study the adaptive functions of the mind is called. ക്വസ്റ്റനിൽ തന്നെയുണ്ട് അഡാപ്റ്റീവ് ഫങ്ഷൻസ്. സോ ഫങ്ഷണലിസം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ബിഹേവിയറിസം നമ്മുടെ ഒവേർട്ട് ബിഹേവിയർ മാത്രമാണ് പഠിക്കുന്നത്. ജസ്റ്റാൾട്ടിസം ദ കോൺസെപ്റ്റ് ഓഫ് ഹോൾഡ് ആണ്. സ്ട്രക്ചറലിസം ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, കീവേഡ്സ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. സോ ഇവിടെ അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് മൈൻഡ് പഠിക്കുന്നത് ഫങ്ഷണലിസം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആർ. ഇത് മാസ്ലോയുടെ ഹയറാർക്കിയിൽ സെൽഫ് ആക്ച്വലൈസിങ് എന്ന് വരുന്നില്ലേ? സോ ആ സെൽഫ് ആക്ച്വലൈസിങ് ആയ ആൾക്കാരെയാണ് കേട്ടോ ഫുള്ളി ഫങ്ഷനിങ്. സോ സെൽഫ് ആക്ച്വലൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അവെയർ ഓഫ് ഓൾ എക്സ്പീരിയൻസസ്, യെസ് അതുണ്ട്. അവരെല്ലാ എക്സ്പീരിയൻസിനെ കുറിച്ചും അവെയർ ആയിരിക്കും. ഏബിൾ ടു ഫേസ് ഡിഫിക്കൽട്ടീസ്, യെസ് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. ഇൻഹിബിറ്റഡ് ആൻഡ് നോട്ട് ഫ്രീ ടു മേക്ക് ചോയ്സ്, നോ. ഈ ഒരെണ്ണം മാത്രമാണ് ഇതിൽ നെഗറ്റീവ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അവർ ഭയങ്കര ഇൻഹിബിറ്റഡ് ആയിരിക്കും, ചോയ്സസ് എടുക്കാൻ അവർ ഫ്രീ ആയിരിക്കില്ല എന്നുള്ളത്, നോ. സോ ഇനി കമ്മിങ് ടു ഡി, അഡാപ്റ്റ് ടു ദ ചേഞ്ചിങ് എൻവയൺമെന്റൽ കണ്ടീഷൻസ്. അവരുടെ പരിസരം മാറുന്നതനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ബാക്കി മൂന്നും പോസിറ്റീവ് ആണ്. സോ എ, ബി ആൻഡ് ഡി മാത്രമുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, എ, ബി, ഡി ഓൺലി. ഇതിനിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിലും വായിച്ചു നോക്കിയാൽ ഒരു കറക്റ്റ് ഗസ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൽ നെഗറ്റീവ് ഫ്രെയിമിംഗ് ഉള്ള ഒറ്റ സെന്റൻസ് അല്ലേ ഉള്ളൂ. ദി അസംഷൻസ് ഓഫ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ ടെസ്റ്റുകളെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്, വേറാസ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് അത്ര അസംഷൻസ് ഇല്ല. സോ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അസംഷൻസിലായിരിക്കണം? പോപ്പുലേഷൻ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, യെസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഇല്ലാത്ത അവസ്ഥകളിൽ നമ്മൾ നോൺ പാരാമെട്രിക് ആണ് യൂസ് ചെയ്യുക. വാരിയബിൾസ് ഷുഡ് ബി മെഷേർഡ് ഇൻ ഇന്റർവെൽ ഓർ റേഷ്യോ സ്കെയിൽ, യെസ്. കാരണം ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലിൽ മാത്രമാണ് നമുക്കൊരു ഹയർ ലെവൽ മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുക. there should be many outliers, no. കാരണം എന്താണ്? ഇതിലുള്ള ഒരു അസംഷൻ ആണ് ഒരുപാട് ഔട്ട്ലയേഴ്സ് ഉണ്ടായിരിക്കരുത് എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ റൈറ്റ് ഓപ്പോസിറ്റ് ആണ് there should be many outliers എന്നുള്ളത്. ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീനിൽ നിന്നും വളരെയധികം ദൂരെയുള്ള ഡാറ്റ, അല്ലെങ്കിൽ വളരെ കുറവ് അല്ലെങ്കിൽ വളരെ കൂടുതൽ. ഓക്കെ, വളരെ അധികം മീനിൽ നിന്നും വളരെ ഡിഫറൻസ് ഉള്ള ഡാറ്റാസ് ഇല്ലാതെ ഇരിക്കുക എന്നതാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടത്. സോ ഇവിടെ there should be many outliers ആണ്. സോ C is to be discarded. Data should be based on probability sampling. Of course, yes ആയിരിക്കണം. സോ A, B, D ആണ് ഇവിടെ കറക്റ്റ് വരിക. സോ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. Which of the following parts of a television system is analogous to a dendrite? Dendrite എന്താണ്? നമ്മുടെ ന്യൂറോൺ. ഓക്കെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസ് ആണ്. ന്യൂറോണിന്റെ പാർട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ. അതിൽ ഡെൻഡ്രൈറ്റ് എന്താണ്? നമ്മുടെ ആ ഒരു സെൽ ബോഡിയിൽ നിന്നുള്ള മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് പോർഷൻ, ആ ഒരു ബ്രാഞ്ചസ് ലൈക്ക് പോർഷനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ ഒരു ന്യൂറോണിന്റെ പിക്ചർ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയതാണ്. നിങ്ങൾ ഒന്ന് പിക്ചറൈസ് ചെയ്യാട്ടോ. അറിയാത്തവർ ഒരു പിക്ചർ എടുത്ത് ഇപ്പൊ തന്നെ നോക്കുക. അപ്പൊ ഇവിടെ അനലോഗസ്, അതിന് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് ഇവിടെ ഉള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ടി വി ട്രാൻസ്മിറ്റേഴ്സ് ആന്റിന. ട്രാൻസ്മിറ്റർ നമുക്ക് ഒഴിവാക്കാം, കാരണം റിസീവർ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രാൻസ്മിറ്റർ. ഓക്കെ, ഡെൻഡ്രൈറ്റ് മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ന്യൂറോണിന്റെ ഭാഗമാണ്. സോ നമുക്ക് ടി വി ട്രാൻസ്മിറ്റേഴ്സ് ആന്റീന, ഇത് രണ്ടും ഒഴിവാക്കാം. ഇനി ടി വി സെറ്റ്സ് ആന്റീന. ആന്റീന എന്താണ്? ആന്റീന ആൻഡ് ഡെൻഡ്രൈറ്റ് ഇസ് ഈക്വൽ. ഓക്കെ, നമ്മളിപ്പോ കണ്ടിട്ടില്ലേ റേഡിയോന്റെ ആന്റീന പൊക്കി വെക്കുന്ന എന്തിനാണ്? ആ റേഡിയോ വേവ്സിനെ ക്യാച്ച് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് സെയിം ടി വി സെറ്റ്സ് ആന്റീന. ട്രാൻസ്മിറ്റർ എന്നത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, കാരണം ട്രാൻസ്മിറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ റിസീവർ ആണ് റിസീവ് ചെയ്യുക. സോ ഇവിടെ ടി വി സെറ്റ്സ് ആന്റീനയാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ല കേട്ടോ, ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ സി ആണ്, പക്ഷെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ 2 ആണ്, സി ഓൺലി. ടി വി സെറ്റ്സ് ആന്റീന, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണേ. സി ഓൺലി. ഓക്കെ, സോ ഫസ്റ്റത്തെ ഓപ്ഷൻ സെറ്റിൽ ഓപ്ഷൻ സി ആണ്, പക്ഷെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ വരുമ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ സി ഓൺലി ഉള്ളത്.
Okay, which perspective maintains that most human perceptual capabilities are inborn and that results in very little from learning. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ പല രീതിയിലുള്ള തിയറീസ് പറഞ്ഞിട്ടുള്ളവരുണ്ട്. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് പറഞ്ഞിട്ടുണ്ട്, നേറ്റീവിസ്റ്റ് തിയറീസ് പറഞ്ഞിട്ടുള്ളവരുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പൊ ഏത് തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്? നമ്മളുടെ എബിലിറ്റീസ്, പെർസെപ്ച്വൽ കാപ്പബിലിറ്റീസ് എല്ലാം ഇൻബോൺ ആണ്. അതായത് നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ട്, ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തതല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ലേണിംഗിലൂടെ ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് ഏതാണ്? ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ, നേറ്റിവിസ്റ്റ്. നേറ്റിവിസ്റ്റ് ആരുടെ, അല്ലെങ്കിൽ നേറ്റിവിസ്റ്റ് സ്കൂള് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ വാദമാണ് നമ്മൾക്കെല്ലാം, നമ്മൾക്കുള്ള കെപ്പബിലിറ്റീസ് എല്ലാം ജനിച്ചപ്പോഴേ ഉള്ളതാണ് എന്നുള്ളത്. ഓക്കെ, ഇന്ററാക്ഷനിസ്റ്റ് ബിഹേവിയറിസ്റ്റ് ഇവിടെ റെലവെന്റ് അല്ല. കമ്മിങ് ടു എംപയറിസ്റ്റ്, ഓപ്പോസിറ്റ് ആണ്, നേറ്റിവിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മളുടെ അധിക കേപ്പബിലിറ്റീസും നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസുകളിൽ നിന്നും ആണ് നമ്മൾ കെപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് എംപയറിസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഇൻബോൺ ആണ് എന്നുണ്ടെങ്കിൽ നേറ്റിവിസ്റ്റ്. The field of artificial intelligence is more closely related to with psychological approach. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കുറച്ചെങ്കിലും റീഡിംഗ് നടത്തിയിട്ടുള്ളവർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് ഇവിടെ ആൻസർ. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ പല കോൺസെപ്റ്റുകളും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ മോഡൽ പ്രോസസ്സിംഗ് ആയിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ഒരു കമ്പ്യൂട്ടർ മോഡൽ അല്ലെങ്കിൽ ഒരു CPU പ്രോസസ് ചെയ്യുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈക്കോ അനലിറ്റിക് അല്ല, ബിഹേവിയറൽ അല്ല, ബിഹേവിയറൽ പണിഷ്മെന്റ് റിവാർഡ് ആ ഒരു സിസ്റ്റം ആയിരിക്കും. ദെൻ സോഷ്യൽ സൈക്കോളജിയും അല്ല, കോഗ്നിഷൻ. ഇന്ന് AIs ചെയ്യുന്ന എന്താണ്? മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യാനാണ് AI ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് GPT ഒക്കെ എന്താണ്? നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഒരു ബുക്കിൽ നിന്ന് തപ്പിയെടുത്ത് തരുന്നത് പോലെ ചാറ്റ് GPT എന്താണ് ചെയ്യുന്നത്? ഉള്ള വെബ് റിസോഴ്സുകളിൽ നിന്ന്, ഡാറ്റാസിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾക്ക് സെർച്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. So without any doubt it is cognitive. AI computer related ഒക്കെ ഏത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ആണ് കേട്ടോ. Personality is fixed in the early years of life and subject to little change thereafter. This view is known as. ഈ ഒരു വ്യൂവിനെ അല്ലെങ്കിൽ ഈ ഒരു ബിലീഫിനെ എന്താണ് പറയുന്നത്? ഓക്കെ, ഈ ഒരു 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ പലർക്കും ഗസ് ചെയ്യാം. ഹിസ്റ്ററിക്കൽ ഡിറ്റർമിനിസം. യെസ്, ഓക്കെ, ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് ഉള്ള ആദ്യത്തെ കുറച്ച് വർഷങ്ങളാണ് നമ്മളുടെ ഫർദർ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫ്രൂയിഡിന്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ്, സൈക്കോ അനലിറ്റിക്കൽ കോൺസെപ്റ്റ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, ഹിസ്റ്ററിക്കൽ ഡിറ്റർമിനിസം. സോ ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും റെലവെന്റ് അല്ല. സോ ലെറ്റ്സ് നോട്ട് ഡിസ്കസ് ഇറ്റ്. ഇവിടെ റൈറ്റ് ആൻസർ ഹിസ്റ്ററിക്കൽ ഡിറ്റർമിനിസം ആണ്. സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് നൗ. ഫർദർ ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. സോ CUET PG കോച്ചിങ്ങിന്റെ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.